ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിലേക്ക് ആദ്യം വേണ്ടത് 2 മുട്ടയാണ്. 2 മുട്ട നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അതിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഓരോരാൾ മധുരത്തിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർക്കാം. ആ മുട്ടയും മിൽക്ക് മെയ്ഡും കൂടി നന്നായി മിക്സാക്കി എടുക്കുക. ഞാനൊരു 3/4 കപ്പോളം മിൽക്ക് മെയ്ഡ് ചേർത്തിന്. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. എല്ലാം നമുക്ക് മിക്സാക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ചാൽ മതി. അതുപോലെ 500 മില്ലിൻ്റെ ഒരു പാക്കറ്റ് പാലും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് അത് തിളപ്പിച്ച് ഇതുപോലെ കുറുക്കിയെടുക്കാം. അത് തിളച്ച് വന്നതിന് ശേഷം അടുപ്പ് ഓഫാക്കി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമുക്ക് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിന് കുറച്ച് ക്രീം ആവശ്യമുണ്ട്. അതിന് ഞാൻ ഈ പിയാനോ ക്രീമാണ് എടുത്തത്. അത് നന്നായി ബീറ്റ് ചെയ്യുക. അത് നമുക്കിത് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഈ ക്രീമും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ടൈമിൽ മധുരം നോക്കുക. മധുരം കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പാൽ ആവശ്യമുണ്ട്. ആ പാലെടുത്ത് അതിലേക്ക് കോഫി പൊടി 1 ടീസ്പൂൺ കോഫി പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സാക്കി ഇതുപോലെ ആക്കിയെടുക്കുക. പിന്നെ ഈ പുഡിങ്ങിന് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കുക. ഞാനിവിടെ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തത്. ഇതുപോലെ ട്രേയിലേക്ക് നമുക്ക് ഈ ക്രീം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഈ ബിസ്ക്കറ്റ് ഇതുപോലെ ആ കോഫി മിൽക്കിലേക്ക് ഡിപ്പ് ചെയ്ത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള ലെയർ വരെ ആക്കിയെടുക്കാം. ഓരോരോ ലെയറും ഇതുപോലെ ചെയ്തെടുക്കാം. ബിസ്ക്കറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ ക്രീമും വെച്ച് ഓരോരോ ലെയറാക്കി എടുക്കാം. ലെയറാക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അതിന് ശേഷം ഇതുപോലെ നമുക്ക് കുറച്ച് ചോക്ലേറ്റും നട്ട്സൊക്കെ ഇട്ടുകൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നല്ല ടേസ്റ്റിയായ പുഡിങ്ങാണ്. എല്ലാവരും ഈ പെരുന്നാളിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത്. അസ്സലാമു അലൈക്കും. നല്ല ക്രീമി പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക.